നാട്ടുകാരുടെ താക്കീത്. തൊട്ടിൽപ്പാലം കരിങ്ങാട് റോഡ് പണിയിൽ ക്രമക്കേട് ആരോപിച്ച നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞു. നിലവിൽ കേടുപാടുകളില്ലാത്ത റോഡ് അശാസ്ത്രീയമായി റീടാർ ചെയ്ത് അപകടാവസ്ഥയുള്ള റോഡാക്കി മാറ്റിയെന്ന നാട്ടുകാർ ആരോപിച്ചു. നമ്മുടെ നാടിൻ പ്രതീക്ഷയായ 2 കോടി മുടക്കിയ റോഡ് 2 കോടി മുടക്കിയ റോഡ് കമ്മിറ്റിയുടെ ഒത്താശയോടെ കാവിലുപാറ പഞ്ചായത്തിലെ പൊതുമരാമത്ത് റോഡായ തൊട്ടിൽപ്പാലം കരിങ്ങാട് റോഡ് പണിയിൽ വ്യാപകമായി ക്രമക്കേട് ആരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ വർഷമാണ് തൊട്ടിൽപ്പാലം കരിങ്ങാട് റോഡ് റീടാറിംഗ് ചെയ്തത്. അതേ റോഡിന്റെ 2.5 കിലോമീറ്റർ ഭാഗം ഈ വർഷം വീണ്ടും 2 കോടി രൂപ വകയിരുത്തി റീടാറിംഗ് ചെയ്യുകയായിരുന്നു. നേരത്തെ സുരക്ഷിതമായിരുന്ന റോഡ് റീടാറിംഗിന് ശേഷം അപകടാവസ്ഥയിലായി മാറിയിട്ടുണ്ട്. അപകടാവസ്ഥയിലായ ഭാഗങ്ങൾ സുരക്ഷിതമാക്കാൻ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടും റോഡ് പണിയിലെ ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുമാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കരിങ്ങാട് തൊട്ടിൽപ്പാലം റോഡിൻ്റെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇത്ര നല്ല കണ്ടീഷൻ റോഡായിരുന്നു. ഈ റോഡിൻ്റെ മുകളിലാണ് ഇവരിപ്പോൾ ഈ 2 കോടി ഫണ്ട് ചിലവഴിച്ചിട്ട് വെറും തോന്നിയാസത്തിന് ചെയ്തു വെച്ചാണിത്. നിങ്ങൾക്ക് ആർക്കും കാണുമ്പോൾ തിരിയും. നമുക്ക് ഈ റോഡ് ഇത്രയും നല്ല റോഡിൽ 2 സൈഡ് കോൺക്രീറ്റ് ഇട്ട് ഫില്ലാക്കിയിട്ട് ചെയ്ത റോഡാണിത്. ഇതാണ് ഇത്രയും മോശമായിട്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് ആരാണ് ഇതിന് ഉത്തരവാദി, ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സൂപ്പർ, നമുക്ക് ആർക്കും കണ്ടാൽ അറിഞ്ഞൂടെ, ആർക്കും കണ്ടാൽ അറിയാമല്ലോ. ഇത്രയും നല്ല റോഡിൽ തട്ടിപ്പില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ റോഡ് ഈ കരാറിനിറക്കിയ സാധനം ലോഡ് കണക്കിന് സാധനം താഴെ കെട്ടിക്കിടക്കുകയാണ്. ഈ റോഡ് പൊളിച്ച് ചെയ്യേണ്ടതാണ്. ഈ റോഡല്ല പൊളിച്ച് ചെയ്യേണ്ടത്, ഈ താഴോട്ടുള്ള റോഡാണ് പൊളിച്ച് എസ് കളവിൻ്റെ താഴോട്ടുള്ള റോഡാണ് പൊളിച്ച് ചെയ്യേണ്ടത്. ആ പണി അവരെടുക്കാണ്ടാണ് ഇവർ ഇവിടെ വന്നിട്ട് ഇത്രയും മെനക്കെട്ട പണി ഇവിടെ പിന്നെ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ വിജിലൻസിന് പരാതി കൊടുക്കും, പരാതിയായിട്ട് CIക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ റോഡിൻ്റെ സൈഡിൽ മണ്ണിട്ട് ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ റോഡ് സൈഡിൽ 2 സൈഡും മണ്ണിട്ട് ഫില്ലാക്കുകയാണ് അവരിപ്പം ചെയ്തിരിക്കുന്നത്. കരാറുകാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫണ്ടില്ല, ഫണ്ട് ഉണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മണ്ണ് ഒരു മഴയത്ത് ഒലിച്ചു പോകേണ്ട സ്ഥിതിയിലാണുള്ളത്. നമുക്കറിയാം കരിങ്ങാട് സംബന്ധിച്ചൊരു ആണിയില്ല റോഡിന്. ഈ ഒരു വെള്ളം തീർത്ത് നമ്മളെ റോഡിൽ കൂടിയാണ് പോകുന്നത്. ഈ മണ്ണ് തീർത്ത് ഒഴിച്ച് താഴെ പുഴയിലെത്തും. പിന്നെ ഇയാൾ ഫണ്ട് മാറിപ്പോയാൽ നമുക്ക് ഇനി കാലാകാലത്തേക്ക് ഒരു ഫണ്ട് ഇവിടെ കിട്ടൂല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ടാർ ചെയ്ത റോഡിന്റെ ഇരുഭാഗവും നേരത്തെ കോൺക്രീറ്റ് ചെയ്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ റോഡ് സൈഡിൽ മണ്ണിടുകയാണ് ചെയ്യുന്നത്. ഈ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. ഇതിപ്പോൾ നമ്മളെ കരിങ്ങാട് റോഡാണ് കാണുന്നത്. ഇപ്പോൾ 2 കിലോമീറ്ററിന് 2 കോടി രൂപയുടെ അടുത്ത് പാസ്സായ റോഡാണ് കരിങ്ങാട് റോഡ്. തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത്. ഈ ഓവുചാല തന്നെ നോക്കിയാൽ കാണാം. ഇതാ റോഡ്, ഇവിടെ ഓവുചാലുള്ളത്. ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്താൽ വരുന്ന വണ്ടി ഫുള്ള് ചാലിപ്പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നല്ല അടിപൊളി കണ്ടീഷൻ റോഡാണ് ഇതിൻ്റെ അടിയിലുള്ളത്. അതായത് ഏകദേശം ഒരു കൊല്ലം ആയിട്ടില്ല ഈ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു റീടാർ എന്നുള്ള രീതിയിലുള്ള ടാറിങ് മാത്രം അവിടെ നടന്ന്. ഈ സൈഡ് കോൺക്രീറ്റ് പോലും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ സൈഡിൽ ഇപ്പോൾ മണ്ണാടുന്നത്, പൈസ ഉണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ കോൺട്രാക്ടർ സ്വീകരിച്ചിട്ടുള്ളത്. ആവശ്യം എന്ന് വെച്ചാൽ ഈ റോഡിനെ കുറിച്ച് വിശദമായ ഒരു വിജിലൻസ് അന്വേഷണം. അതായത് ഈ റോഡ് പാസ്സായ രീതിയിലാണോ, അല്ലെങ്കിൽ ഈ റോഡ് എന്താ പറയണ്ടേ എസ്റ്റിമേറ്റ് എടുത്ത രൂപത്തിൽ തന്നെയാണോ ഈ റോഡ് വന്നതെന്നുള്ള വിശദമായൊരു വിജിലൻസ് അന്വേഷണം തന്നെ മുന്നോട്ട് പോകണം. ഈ റോഡിന് പറഞ്ഞത്ര കട്ടിയുണ്ടോ, ഇല്ലെങ്കിൽ ഈ റോഡ് പൊളിച്ചിട്ടാണോ ചെയ്യാൻ പറഞ്ഞത്, ഈ റോഡിന് ഉപയോഗിക്കാൻ പറഞ്ഞ മെറ്റലിൻ്റെ സൈസ് അതാണോ എന്ന് വേണ്ട വിശദമായ ഒരു അന്വേഷണം ഈ റോഡിനെ കുറിച്ച് നടത്തണം. അതിൻ്റെ ഒരു കൃത്യമായൊരു റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഇവിടെയുള്ള ആൾക്കാർ കഴിയണം. തൊട്ടിൽപ്പാലം പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് റോഡരികിൽ മണ്ണിടുന്ന പ്രവൃത്തി തുടരാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും സമരപരിപാടികളായി മുന്നോട്ടു പോകാനും പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർക്കും വിജിലൻസിനും ഇത് സംബന്ധിച്ച് പരാതി നൽകാനുമാണ് നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഈ കരിങ്ങാട് റോഡിൻ്റെ അവസ്ഥയാണ്. എൻ്റെ മകളെ ഭർത്താവ് മിനിഞ്ഞാന്ന് വീണ് കാലിൻ്റെ 2 മുട്ടിനും പരിക്ക്, വിരലിന് എല്ലിന് ചെറിയ പരിക്കുണ്ട്. ഇവിടുന്ന് ഇവരെല്ലാം കൂടി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി കാണിക്കുകയെല്ലാം ചെയ്തത്. ഈ റോഡിൻ്റെ പൊടിയിടൽ കാരണം ഈ സംഭവിക്കുന്നത്. പൊടിയിടൽ ജനങ്ങളെ കണ്ണിലാണ് പൊടിയിട്ടത്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവരെല്ലാം പണിയും എടുത്ത് പൈസയാക്കി പണിയാന്ന് പറഞ്ഞിട്ട് പൈസ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകും. ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നു. ഇതായുള്ള അനുഭവം. അതൊന്നും നല്ല രീതിയിൽ ആവാൻ വേണ്ടിയിട്ട് അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഇതിനു വേണ്ടിയിട്ട് ഇത് ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് വേണ്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം.
ഈ പൊതുജനങ്ങളെ വിഡികളാക്കുന്ന ഒരു സമ്പ്രദായം ഒന്ന് ഒഴിവാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരുപാട് അപകടം ഒരുപാട് ആൾക്ക് പറ്റിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റി നല്ല രീതിയിലാക്കുവാൻ വേണ്ടിയിട്ട് പൈസയുമായി ഇവർ പോകുന്ന ഒരു പരിപാടി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഇവിടെ പണി അതിനുള്ള പണിയൊന്നുമില്ല. ഇത് പൊളിച്ചിടേണ്ട റോഡാണ്. ആദ്യത്തേത് പൊളിച്ചിട്ടിടേണ്ട, ഇവിടെ ഒന്നും ആക്കിയില്ല. ഈ സാധാ റോഡുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ കുറേ കരിങ്ങി പൂശിയിട്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ട് അത് നല്ല രീതിയിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞങ്ങൾ ഇതിൽ കൂടി അറിയിക്കുന്നത്. അത്രയും ഇപ്പം പറയാനുള്ളൂ.